ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ് അല്ലേ. ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യരല്ലാത്ത ഒരുപാട് ജീവജാലങ്ങളും സസ്യജാലങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് അവെയറാണോ? ശരിക്ക് മനുഷ്യൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ? മറ്റ് ജീവജാലങ്ങളില്ലാതെ, മറ്റ് ജീവജാലങ്ങൾക്ക് മനുഷ്യനില്ലാതെ ജീവിക്കാൻ കഴിയുമോ? മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ കൂടിയതാണെന്ത് നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ. ഇതൊരു എക്കോസിസ്റ്റമാണ്. ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും ചെറിയ ചെറിയ ജീവജാലങ്ങൾക്കും പലതരത്തിലുള്ള പർവ്വതങ്ങൾ, സസ്യങ്ങൾ, കാട്, മല, കടൽ, ഇങ്ങനെ പല പല ഭൂമിയുടെ പല പല പ്രദേശത്തുള്ള പല പല വസ്തുക്കൾക്കും ജീവികൾക്കും ഒക്കെ ഈ ഭൂമി നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് തന്നെയുണ്ട്. മനുഷ്യന് മാത്രമല്ല ഭൂമി കൊണ്ട് പ്രയോജനമുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല, മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ജീവജാലങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. മനുഷ്യനെ ആശ്രയിച്ചാണ് മരങ്ങൾ ജീവിക്കുന്നത്. മരങ്ങളെ ആശ്രയിച്ച് മനുഷ്യന് ജീവിക്കുന്നു. ചെടികൾ, മത്സ്യങ്ങൾ ഒക്കെ പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ഈ എക്കോസിസ്റ്റത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഇത് നമ്മൾ ഭൂമിയാണ് അല്ലേ. കണ്ടോ, ഇത് നമ്മൾ ഈ ഭൂമിയുടെ മോൾ ഭാഗമാണ് ഈ കാണുന്നത്. ശരിയല്ലേ? ശരിക്കും ഈ ഭൂമിയുടെ ഈ മോൾ ഭാഗം മാത്രമാണോ ഭൂമിയിലുള്ളത്? ഉൾഭാഗമുണ്ട്. ഇതിനെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഭൂമിയുടെ ഓരോ പ്രദേശങ്ങൾ, അവിടെയുള്ള ജീവജാലങ്ങൾ, അവിടെയുള്ള ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മനുഷ്യന് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളും അതുപോലെ ജീവൻ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പുറമേയുള്ള പാളിയിലാണ്. ഈ പാളിയിലാണ് ജീവന് നിലനിൽക്കുന്നത് അല്ലേ. ഏറ്റവും മുകളിൽ ഇത് നദി, കടലാണ്. അതുപോലെ ഇത് കരഭാഗമാണ്. കരയിലും കടലിലുമായിട്ട് ധാരാളം ജീവജാലങ്ങളുണ്ട് അല്ലേ. ഇതിനാണ് എന്ത് പറയാം, ബയോസ്ഫിയർ എന്ന് പറയാം. ഓക്കെ, മനുഷ്യനും ഈ മൃഗങ്ങളും ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ നിലകൊള്ളുന്ന ഈ ഭൂമിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എന്ത് പറയും, ബയോസ്ഫിയർ എന്ന് പറയും. ഇവിടെ വെള്ളവും അറ്റ്മോസ്ഫിയറും വായുവും എല്ലാം ഉണ്ട്. ഓക്കെ, ഈ പ്രദേശങ്ങളെ നമുക്ക് കുറച്ചും കൂടെ ചുരുക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതിനെ ബയോം എന്നാണ് പറയാം. ബയോം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശം. ഈ ബയോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രത്യേക ക്ലൈമറ്റ് ഉണ്ടാവും, ഒരു പ്രത്യേക തരത്തിലുള്ള ജീവജാലങ്ങൾ ജീവിക്കുന്ന ഉണ്ടാവും, സസ്യജാലങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയാം, നമുക്ക് കേരളം എടുക്കാം. കേരളം വെസ്റ്റേൺ ഘട്ടിൻ്റെ പ്രദേശം ഇപ്പുറത്തുള്ള പ്രദേശമാണ് അല്ലേ. അവിടെയുള്ള ജീവജാലങ്ങൾ ചിലപ്പോൾ വേറെ പ്രദേശത്തുണ്ടാവില്ല. നമ്മൾ സൈലൻറ്റ് വാലി കുരങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള സിംഹവാലൻ കുരങ്ങിനെക്കുറിച്ചും പല തരത്തിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അത് ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളാണ്. അതേപോലെ ബയോംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശമാണ്, ഒരു വിശാലമായ പ്രദേശമാണ്. അവിടെ ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സഹാറ മരുഭൂമി അല്ലെങ്കിൽ താർ മരുഭൂമി, ഇന്ത്യയിലുള്ള മരുഭൂമി, അവിടെയുള്ള ക്ലൈമറ്റ് പോലെയാണോ കേരളത്തിലെ ക്ലൈമറ്റ്? അല്ല അല്ലേ. അത് ഒരു പ്രത്യേക ബയോമാണ്. അവിടെ ചില ജീവജാലങ്ങളുണ്ടാവും, ചില സസ്യജാലങ്ങളുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്തെയാണ് ബയോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബയോംസിനെ കുറച്ചും കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്കോസിസ്റ്റം കാണാൻ പറ്റും. ഈ വലിയ പ്രദേശത്തിൽ ഒരു കാട് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് പറയാം. ഈ കാടിനെയാണ് പറയാം, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സസ്യങ്ങളും ജീവജാലങ്ങളും പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ട് ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കാട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വയനാട് കാടില്ല,
എന്താണ് പിന്നെ നിലമ്പൂർ കാട് എന്ന് പറയാം നമുക്ക്. അവിടെ നിന്നുണ്ട് ഒരുപാട് സസ്യങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അവരൊക്കെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഉള്ളത്. അതിന് എക്കോ സിസ്റ്റം എന്ന് പറയും. ഈ എക്കോ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ധാരാളം പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസംഖ്യ എന്ന് പറയുന്ന പോപ്പുലേഷൻ അല്ല. അവിടെ ഒരുപാട് എന്തുണ്ടാവും, ഈ മാനുകൾ, മുയലുകൾ, ആട്, ആന, താറാവ്, പല പല ജീവജാലങ്ങളും കൂടി ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുക, പോപ്പുലേഷൻ എന്ന് പറയാം. ഒരു കൂട്ടം സ്പീഷീസിനാണ് എന്ത് പറയുക, പോപ്പുലേഷൻ എന്ന് പറയാം. ഈ പോപ്പുലേഷനെ ഒന്നുകൂടി നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന ഒരു വർഗീകരണം നമുക്ക് എടുക്കാൻ പറ്റും. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു ആന, ഒരു മയിൽ, ഒരു മാന്, ഇതൊക്കെ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഒരു വലിയ ബയോസ്ഫിയറിൻ്റെ ഉള്ളിൽ ധാരാളം ബയോംസ് ഉണ്ട്, അതിനുള്ളിൽ ധാരാളം എക്കോസിസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ധാരാളം പോപ്പുലേഷൻ ഉണ്ട്. ഈ ധാരാളം പോപ്പുലേഷനുള്ളിൽ എന്തുണ്ട്, ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ഉണ്ട്. അത് ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആന വരെ ഇവിടെ ഉണ്ട്, ഈ എക്കോസിസ്റ്റത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ, ഇപ്പോൾ നമുക്കറിയാം മഴ പെയ്ത് ചിരട്ടയിൽ വെള്ളം നിന്ന് കുറേ കാലം വെള്ളം നിന്ന് കഴിഞ്ഞാൽ അവിടെ കൊതുക് മുട്ടയിടും അല്ലേ. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും, കൊതുക് വളർന്നു വരാൻ തുടങ്ങും. അത് ചെറിയ എക്കോസിസ്റ്റമാണ്. അതുപോലെ തന്നെ വലിയ സമുദ്രം, വലിയ ഫോറസ്റ്റ്, വലിയ കാടുകൾ, ഇതൊരു എക്കോസിസ്റ്റമാണ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സിസ്റ്റം മാത്രമല്ല, വിശാലമായ ഏരിയയുള്ള എക്കോസിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. എക്കോസിസ്റ്റം ഒരു നിശ്ചിത പ്രദേശത്തിൽ ഒതുങ്ങുന്നതല്ല, വിശാലമായ ഒരു സംവിധാനമാണ് എന്ത് എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ എക്കോസിസ്റ്റത്തിൽ 2 തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ബയോട്ടിക് ഓർഗാനിസംസ് ഉണ്ട്, അബയോട്ടിക് ഓർഗാനിസംസ് ഉണ്ട്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഓർഗാനിസംസ്, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ എന്താണ്, ചലനമില്ലാത്ത ഓർഗാനിസംസിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ 2 തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ആർതർ തെൻസ്ലീൻ്റെ ഒരു അഭിപ്രായം പറയും. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഇനി അടുത്ത ഭാഗങ്ങൾ പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിൽ 2 തരത്തിലുള്ള ഫ്ലോ നടക്കുന്നുണ്ട്, സഞ്ചാരം നടക്കുന്നുണ്ട്. ഒന്ന് എനർജിയുടെ സഞ്ചാരം നടക്കുന്നുണ്ട്, ന്യൂട്രിയൻ്റെ സഞ്ചാരം നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എനർജി സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ. അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ന്യൂട്രിയൻ്റ് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്, ഇങ്ങനെയുള്ള സാധനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് നോൺ ലിവിങ് ഓർഗാനിസം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോൺ ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, നമുക്കറിയാം 2 തരത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള 2 തരത്തിലുള്ള ഓർഗാനിസംസിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ എക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, നോൺ ലിവിങ് സ്റ്റേജ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നോൺ ലിവിങ് ഓർഗാനിസംസ്. നോൺ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് നോക്കാം അല്ലേ. നോൺ ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത് നമുക്ക് പറയാൻ കഴിയില്ല, ജീവനുള്ളതാണ്, പക്ഷേ നമ്മൾ കാണുന്ന പോലെ മനുഷ്യനെ പോലെ മൃഗങ്ങളെ പോലെയുള്ള ജീവനില്ലാത്ത സാധനങ്ങളാണത് നോൺ ലിവിങ് ഓർഗാനിസത്തിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണത് ഇൻഓർഗാനിക് കോമ്പണൻസ്. ഇൻഓർഗാനിക് കോമ്പണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഇൻഓർഗാനിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ, കാർബണ്, നൈട്രജന്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് അല്ലേ. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ ആണല്ലോ അല്ലേ. അത് പുറത്തേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പുറത്തു വിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കുന്നുണ്ട്, ചെടികൾ എടുക്കുന്നുണ്ട് അല്ലേ, ചെടികൾ എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും അവ ഓക്സിജൻ പുറത്തു വിടുന്നു, നമ്മൾ ഓക്സിജൻ എടുക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ധാരാളം നൈട്രജനും കാർബണും ഓക്സിജനും ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ മരങ്ങൾ കത്തിക്കുന്ന സമയത്ത് എന്താണ് പുറത്തു വരുന്നത്, കാർബൺ പുറത്തു വരും അല്ലേ, കാർബൺ. അങ്ങനെ വെള്ളത്തിൽ H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അങ്ങനെ ധാരാളം കോമ്പണൻറ്റുകൾ, വാതക കോമ്പണൻറ്റുകളുണ്ട്. ഇതൊക്കെ കെമിക്കൽസാണ്.
ഇതിന് പുറമെ മറ്റൊരു കോമ്പണൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനോർഗാനിക്സ് കോമ്പണൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓർഗാനിക് കോമ്പണൻസിനെ കുറിച്ചാണ്. ഓർഗാനിക് കോമ്പണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെറിയ ചെറിയ പ്രോട്ടീൻസ്, അതുപോലുള്ള ചെറിയ ചെറിയ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനം പ്രോട്ടീന്, അതുപോലെ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തരത്തിലുള്ള ആൽഗെ പോലുള്ള ജീവജാലങ്ങളാണ്. അതുപോലുള്ള വ്യത്യസ്ത ജീവജാലങ്ങൾ, അത് ജീവനുള്ളതാണോ എന്ന് ചോദിച്ചാൽ ജീവനുള്ളതല്ല, പക്ഷേ അതെന്തുണ്ട്, ചില കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഓർഗാനിക് കോമ്പണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, മോയ്സ്ചർ, ലൈറ്റ്, ഇങ്ങനെ നമ്മളെ ചുറ്റുപാടുമുള്ള പല സാധനങ്ങളുണ്ടല്ലോ, തണുപ്പ്, ചൂട്, ഇതൊക്കെ ശരിക്കും എന്താണ്, ഇതൊക്കെ നോൺ ലിവിങ് ഓർഗാനിസം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഇനി ജീവനുള്ള ബയോട്ടിക് ഓർഗാനിസംസിനെ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാണെന്ത്, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം ഭക്ഷണം നിർമ്മിക്കുന്ന ജീവജാലങ്ങളാണെന്ത്, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് പ്ലാന്റ്സ്, അതുപോലെ ചില ബാക്ടീരിയാസാണ്. ഇവർ സ്വയം ഭക്ഷണം നിർമ്മിക്കുക ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ശരീരത്തിൽ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യും, സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നു. അതിനെയാണെന്ത് പറയാം, ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ആണെന്ത്, കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയാം റാബിറ്റ്, അതുപോലെ തന്നെ സിംഹം, ഇതൊക്കെ എന്താണ്, ഇലകൾ കഴിക്കുന്ന ജീവജാലങ്ങളെയും കഴിക്കുന്ന ജീവജാലങ്ങളാണെന്ത്, കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഹെട്രോടോപ്സ് എന്ന് പറയും. അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മരിച്ചുപോയ ഇല്ലാതായിപ്പോയ ജീവജാലങ്ങളെ കഴിക്കുന്ന സാധനങ്ങളാണ് എന്ത് പറയാം, ഡിക്കമ്പോസേഴ്സ് എന്ന് പറയാം. ഇപ്പം നമ്മൾ മരിച്ചുപോയിട്ട് നമ്മൾ ഖബറിൽ നമ്മൾ കുഴിച്ചിടുന്ന സമയത്ത് പലതരത്തിലുള്ള ജീവജാലങ്ങളും അണുക്കളും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കഴിക്കും. അതേപോലെ തന്നെയാണ് മരങ്ങൾ, മൃഗങ്ങളൊക്കെ ചത്ത് ചീഞ്ഞ് ഇല്ലാതായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള അണുക്കളും അവരുടെ ശരീരത്തിൽ വന്നിട്ട് അതെന്ത് ചെയ്യും, കഴിച്ച് ഇല്ലാതാവും. അതിനെയാണ് എന്ത് പറയുക, ഡീകമ്പോസേഴ്സ് എന്ന് പറയാൻ നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞു വന്നിട്ട് രണ്ട് ഫ്ലോകൾ എന്തുണ്ട്, നമ്മൾ ഈ എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് എനർജി ഫ്ലോ ആണ്. എനർജി ഫ്ലോ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളെ എക്കോസിസ്റ്റത്തിലേക്ക്, നമ്മൾ ബയോസ്ഫിയറിലേക്ക് എനർജി വരുന്നത് എങ്ങനെയാണ്, സൂര്യനിൽ നിന്നാണ്. ഓക്കെ, സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുകയും ഈ സൂര്യപ്രകാശം ചെടികൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഓക്കെ, ഈ ചെടികൾ കഴിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം, സൂര്യപ്രകാശം എന്ത് ചെയ്തു, ചെടിയിലേറ്റു. അപ്പോൾ ചെടി എന്ത് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും മറ്റെടുത്ത് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കും. ഈ ഉണ്ടാക്കിയ ഫുഡ് എന്ത് ചെയ്യും, അവരുണ്ടാക്കി ഈ ചെടിയെ ആര് കഴിക്കും, റാബിറ്റ് കഴിക്കും, മുയൽ കഴിക്കും. ഈ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, എനർജി ലോസ് ചെയ്യും. ഓക്കെ, ഈ റാബിറ്റ് എന്ത് ചെയ്യും, ഇതിനെ കഴിക്കും. അതോടുകൂടി കുറേ എനർജി എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. ഈ റാബിറ്റിനെ പാമ്പ് കഴിക്കും. ഓക്കെ, പാമ്പ് കഴിക്കുന്ന സമയത്ത് വീണ്ടും കുറേ എനർജി ലോസായി പോകും. പിന്നെ അതിനെന്ത് ചെയ്യും, കഴുകൻ കഴിക്കും. വീണ്ടും എന്ത് ചെയ്യും, കുറേ എനർജി ലോസായി പോകും. പിന്നെ ഈ കഴുകൻ ചത്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവജാലങ്ങളും അണുക്കളും എന്ത് ചെയ്യും, ഇവയെ കഴിക്കും. അപ്പോഴും എനർജി ലോസായി പോകും. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന എനർജി ഘട്ടം ഘട്ടമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന സംവിധാനമാണ് എനർജി സൈക്കിളിലുള്ളത്. ഓക്കെ, എനർജി ഒരിക്കലും എന്ത് ചെയ്യില്ല, വന്ന അതേപോലെ തന്നെ ബയോസ്ഫിയറിൽ നിലനിൽക്കില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ട് ഇല്ലാതായി പോകുന്നതാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പം നമുക്ക് ഫുഡ് ചെയിനെ കുറിച്ച് പറയാം. നമ്മൾ
നമ്മൾ മനുഷ്യരാണ് അല്ലേ, നമ്മൾ എന്തൊക്കെ കഴിക്കും? പച്ചക്കറി കഴിക്കും, അതുപോലെ മീറ്റ്സ് കഴിക്കും അല്ലേ, മുട്ട കഴിക്കും, പലതരത്തിലുള്ള സാധനങ്ങൾ കഴിക്കും. ഈ ഭൂമിയിൽ എന്തുണ്ട്? ഒരു ഫുഡ് സൈക്കിൾ ഉണ്ട്, ഫുഡ് ചെയിൻ ഉണ്ട്. നമുക്കറിയാം ഈ പച്ചിലകളും ചെടികളെയും ആര് കഴിക്കും? പുൽച്ചാടി കഴിക്കും. ഈ പുൽച്ചാടിയെ ആര് കഴിക്കും? തവള കഴിക്കും. തവളയെ ആര് കഴിക്കും? പാമ്പ് കഴിക്കും. പാമ്പിനെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും. കഴുകനെ ആര് കഴിക്കും? ഇത് ചത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ ചെറിയ ചെറിയ കീടാണുക്കളും ജീവജാലങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിന് ഭക്ഷണമാണ്. ഇത് നമ്മൾ ജനറലി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണെങ്കിലും നമ്മൾ എക്കോസിസ്റ്റം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമായതുകൊണ്ട് ഒന്ന് മാത്രമല്ല. അപ്പം നമുക്കറിയാം ചെടിയെ ആര് കഴിക്കും? പുൽച്ചാടി കഴിക്കും. പുൽച്ചാടിയെ തവള കഴിക്കും. പുൽച്ചാടിയെ പാമ്പും കഴിക്കും. ഓക്കെ, അതുപോലെ തന്നെ തവളയെ എലി കഴിക്കും. എലിയെ പാമ്പ് കഴിക്കും. എലിയെ കഴുകനും കഴിക്കും. കഴുകനെ പാമ്പും കഴിക്കും. അങ്ങനെ നമുക്കറിയാം. അതുപോലെ മുയൽ, മനുഷ്യൻ്റെയൊക്കെ നമ്മളും കഴിക്കാറുണ്ട്, പച്ചില നമ്മളും കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഓരോ ജീവജാലത്തിൽ നിന്നും എനർജി മറ്റൊരു ജീവജാലത്തിലേക്ക് പോകുന്ന സമയത്ത് എനർജി ഘട്ടം ഘട്ടമായിട്ട് നശിച്ചു പോകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ നോക്കാം. ഇവിടെ എനർജി എന്താണ്? എക്കോസിസ്റ്റത്തിൽ പോകുന്ന സമയത്ത് ഫ്ലോ നേർരേഖയിലാണ് സഞ്ചരിക്കുക. അതായത് എന്ത് ചെയ്യും? ഫുഡ് ചെയിൻ അനുസരിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് എന്ത് ചെയ്യും? അത് ഇല്ലാതായി പോകും. എന്നാൽ ന്യൂട്രിയൻ സൈക്കിൾ ഉണ്ട്. ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്, അതുപോലെ തന്നെ ജലം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രിയൻ സൈക്കിൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതൊന്നും എന്ത് ചെയ്യില്ല, ഒരിക്കലും നശിച്ചു പോകില്ല. പ്രപഞ്ചത്തിൽ തന്നെ എന്ത് ചെയ്യും? പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്കോസിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യും? നിലനിൽക്കും. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചിത്രം നോക്കാം. കാർബൺ സൈക്കിൾ. കാർബൺ എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിറക് കത്തിക്കും അല്ലേ. ഈ വിറക് കത്തിക്കുന്ന സമയത്ത് എന്താ പുറത്ത് വരിക? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരും അല്ലേ. അതേപോലെ തന്നെ കടലിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് എന്ത് ചെയ്യും? സൂര്യപ്രകാശം കടലിൽ തട്ടുന്ന സമയത്ത് നീരാവിയായിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ സാധനം എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് മഴയായിട്ട് ഭൂമിയിലേക്ക് വരും. മഴയായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുത്തെത്തും? അത് ചെടികളിലെത്തും. ചെടികളിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൃഗങ്ങളിലേക്കെത്തും. മൃഗങ്ങളിലേക്ക് അതുപോലെ തന്നെ ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പലതരത്തിലുള്ള കീടാണുക്കളിലേക്കെത്തും. വീണ്ടും ഇതെന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് തന്നെ പോവും. വീണ്ടും തിരിച്ചു വരും, അന്തരീക്ഷത്തിലേക്ക് തന്നെ പോവും. അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ തന്നെ എന്ത് ചെയ്യും? നിലനിൽക്കുകയും വീണ്ടും ഭൂമിയിലേക്ക് സഞ്ചരിക്കുകയും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതേപോലെ തന്നെയാണ് നൈട്രജൻ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ. നൈട്രജനും ഇതേപോലെ തന്നെയാണ്. ഇത് മറ്റൊരു വാതകമാണ്. ഇതും പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കും, ഒരിക്കലും എന്ത് ചെയ്യില്ല, നശിച്ചു പോവില്ല എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ചെടി മുളക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാവും, ആൽഗേസ് ഉണ്ടാവും. ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും? അമോണിയം ക്രിയേറ്റ് ചെയ്യും. NH4 ആണ് അമോണിയം എന്ന് പറഞ്ഞാൽ. ഈ അമോണിയം എന്ത് ചെയ്യും? നൈട്രോബാക്ടറൊക്കെ പലതരത്തിലുള്ള കെമിക്കൽസൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നൈട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലായി മാറും, NO2 ആയി മാറും. ഈ NO2 എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്തു? മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് ചെടികളിലേക്ക് എത്തും. ചെടികളിൽ നിന്ന് എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? ഇത് അന്തരീക്ഷത്തിലേക്ക് പോകും. അന്തരീക്ഷത്തിൽ നിന്ന് വീണ്ടും മഴയായിട്ട് ഭൂമിയിലേക്ക് വരും. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യില്ല, നൈട്രജന് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം. അതാണെന്ത് ഈ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, രണ്ട് തരത്തിലുള്ള സൈക്ലിങ്ങിനെ കുറിച്ച്, എനർജി ഫ്ലോനെ കുറിച്ചും പറഞ്ഞു, ന്യൂട്രിയൻ സൈക്കിളിനെ കുറിച്ചും പറഞ്ഞു. എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോയിട്ട് അത് ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതായി പോവുക ചെയ്യാം. പുല്ലിൽ നിന്ന് പുൽച്ചാടിയിലേക്ക് പോവും, കുറേ എനർജി വേസ്റ്റ് ആവും. പുൽച്ചാടിയിൽ നിന്ന് തവളയിലേക്ക് പോവും, വീണ്ടും കുറേ എനർജി റിലീസാവും. അങ്ങനെ എന്ത് ചെയ്യും? എനർജി ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാവും.
ന്യൂട്രിയൻ്റ് അങ്ങനെയല്ല. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, അത് പ്രപഞ്ചത്തിൽ തന്നെ എന്ത് ചെയ്യും, അത് എക്കോസിസ്റ്റത്തിൽ തന്നെ എങ്ങനെ എന്ത് ചെയ്യും, നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണെന്ത്, ഈ എക്കോസിസ്റ്റം ഒരിക്കലും എന്തല്ല സ്റ്റേറ്റ് അങ്ങനെ എന്നും പതിവ് പോലെ ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നല്ല. ഇതിനെന്തുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. ഭൂമി ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്കൊരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന എക്കോസിസ്റ്റം അല്ല ഇന്നുള്ള എക്കോസിസ്റ്റം. ഓരോ നിമിഷവും ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്ത് മാറ്റങ്ങളാണ് ഇവിടെ എക്കോസിസ്റ്റത്തിന് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഒരു ചിത്രം 4-5 ചിത്രങ്ങൾ കണ്ടോ. ഫസ്റ്റ് ചിത്രം നമുക്ക് എന്താണ്, പഴയ കാലത്ത് ആദ്യം ജീവജാലങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം എടുക്കാം. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ കുറേ റോക്സ്, കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഈ കല്ലുകൾ ഇവിടെയാണ് ഫസ്റ്റ് ജീവി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നത്. ഈ റോക്സിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, ചെറിയ ലിച്ചിൻസ് എന്ത് ചെയ്തു ഉണ്ടായി. അതായത് ലിച്ചിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ അണുക്കൾ പോലുള്ള ചെറിയ കീടാണുക്കളാണ്. ഇവർ ഈ പാറകൾ ഇവരുടെ പ്രവർത്തനത്താൽ പൊടിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, മണ്ണുണ്ടാവുന്നത്. ഈ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് കണ്ടോ, ഈ പാറ പൊടിഞ്ഞ് മണ്ണുണ്ടായത് ഈ ചെറിയ അണുക്കൾ കാരണമാണ്. ഓക്കെ. അതിനാണ് എന്ത് പറയാം, ലിച്ചൻസ് എന്ന് പറയാം. ഓക്കെ. ഈ അണുക്കളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണുകൾ നിർമ്മിക്കുന്നുണ്ട്, സോയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ സോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, ഈ സോയിലിൽ പലതരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളെ ഭൂമിയിൽ ഒരുപാട് സോയിൽ ഉണ്ടാവുകയും സോയിലിൽ ധാരാളം സസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത്. ഈ സസ്യങ്ങൾ വീണ്ടും എന്ത് സംഭവിച്ചു, കൂടുതൽ മഴ പെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങളെ കാരണം വലിയ മരങ്ങളും ചെടികളും വീണ്ടും വളരാൻ തുടങ്ങി. അത് വീണ്ടും വളരെ സങ്കീർണമായ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കാരണമായി. അതായത് മൃഗങ്ങളും മരങ്ങളും ചെടികളും അടങ്ങുന്ന വലിയ സങ്കീർണമായ ഒരു സമൂഹം ഡെവലപ്പ് ചെയ്യാൻ എന്ത് കാരണമായി, ഈ എക്കോസിസ്റ്റം കാരണമായി. അപ്പോൾ ചെറിയ ഒരു സിസ്റ്റത്തിൽ നിന്ന് വലിയൊരു സൊസൈറ്റിയിലേക്കുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായല്ലോ. ആദ്യം റോക്സ്, ചെറിയ പാറകൾ പൊടിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ അണുക്കൾ രൂപപ്പെട്ടു. ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതെന്ത് ചെയ്തു, ഈ പാറയിൽ നിന്ന് മണ്ണ് രൂപപ്പെടാൻ കാരണമായി. മണ്ണിൽ നിന്ന് എന്തുണ്ടായി, വലിയ ചെറിയ ചെടികൾ, സസ്യങ്ങൾ രൂപപ്പെടും. അതിന് വലിയ സസ്യങ്ങളായി. അത് വലിയ നിബിഡമായ വനങ്ങളായി മാറി. ഓക്കെ. അവിടെ ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ വന്നു. ഇതാണെന്ത്, പ്രപഞ്ചം, നമ്മളെ എക്കോസിസ്റ്റം ഡെവലപ്പായത് ഇങ്ങനെയാണ്. ഓക്കെ. ഇനി നമ്മൾ രണ്ട് തരത്തിൽ ഭൂമിയിൽ സസ്യജാലങ്ങളും എക്കോസിസ്റ്റംസും ഡെവലപ്പായി നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് മനുഷ്യനൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഭൂമിയിലുണ്ടായിരുന്ന കുറേ മനുഷ്യൻ, നമുക്കെങ്ങനെ പ്രപഞ്ചം ഉണ്ടായത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, മുമ്പ് പഠിച്ചതാണ്. സൂര്യനിൽ നിന്ന് പുറത്ത് വന്ന ഒരു തീഗോളമായിരുന്നു ഭൂമി അല്ലേ. ഈ തീഗോളം എന്ത് ചെയ്തു, ക്രമേണ തണുത്തുറഞ്ഞ് എന്ത് ചെയ്തു, മഴയൊക്കെ പെയ്ത് തണുത്തുറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഐസായി. പിന്നെ എന്ത് ചെയ്തു, ഐസ് ചൂട് കാരണം എന്ത് ചെയ്തു, രണ്ട് ഭാഗത്ത് ഐസ് നീങ്ങി വലിയ പാറകൾ വന്നു. ഇങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ഭൂമി ഉണ്ടായത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ റോക്ക്, നമ്മൾ ചെറിയ പാറകൾ ഉണ്ടായിരുന്നു. ഈ പാറകൾ രൂപപ്പെട്ടത് എങ്ങനെയെന്നും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതായത് ഈ അഗ്നിപർവ്വ സ്ഫോടനങ്ങളും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിച്ചു, വലിയ പാറക്കൂട്ടങ്ങൾ ഉണ്ടായി. ഇതിലാണ് എന്ത് ചെയ്ത്, ചെറിയ ഈ അണുക്കൾ വന്നിട്ട് എന്ത് ചെയ്തു, ഈ പാറകൾ പൊടിക്കുകയും അത് മണ്ണുണ്ടാവാൻ കാരണമാവുകയും ചെയ്തു. ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നു. ഒരു സെക്കൻഡറി സസെഷനും ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം കാട്ടുതീ ഉണ്ടാവാം, ഫ്ലഡ് ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സസ്യജീവജാലങ്ങൾ അല്ലെങ്കിൽ എക്കോസിസ്റ്റംസ് നശിച്ചു പോയിട്ടുണ്ടാവും. അവിടെയും എന്ത് സംഭവിക്കും, മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫലപുഷ്ടി എന്ത് ചെയ്യും, വീണ്ടും വരികയും ചെടികൾ മുളക്കാനൊക്കെ കാരണമാവും അല്ലേ. അങ്ങനെ
തീരെ തീരെ ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഇല്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തത് പോലെ തന്നെയാണെന്ത് നശിച്ചു പോയ ഒരു എക്കോസിസ്റ്റം വീണ്ടും ചില കാരണത്താൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് തരത്തിലുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് എക്കോസിസ്റ്റംസ് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ഇനി മനുഷ്യൻ്റെ ഇടപെടൽ പ്രപഞ്ചത്തെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? നമുക്കറിയാമല്ലേ, മനുഷ്യന് എല്ലാത്തിലും കൈ കടത്തുന്നുണ്ട് അല്ലേ. മനുഷ്യൻ പഴയ കാലത്ത് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ബന്ധം ഉണ്ടായിരുന്നു. പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പുണ്ടായിരുന്നു അല്ലേ. നമുക്ക് സിന്ധു നദീതട സംസ്കാരം എടുക്കാം, മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം എടുക്കാം, ഹാരപ്പൻ സംസ്കാരം എടുക്കാം, അതുപോലെ എന്താണ് ഇങ്ങനെ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് എവിടെയായിരുന്നു? നദീതീരങ്ങളിലായിരുന്നല്ലോ അല്ലേ. അപ്പോൾ നദീതീരങ്ങളിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്താണ്? കാരണം നദീതീരങ്ങളിൽ നിന്ന് വെള്ളമെടുക്കാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും, ഫലപുഷ്ടമായ മണ്ണുണ്ടായിരിക്കും അവിടെ. അപ്പോൾ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നദീതീരങ്ങളിലാണോ ജീവിക്കുന്നത്? അല്ലല്ലേ. വലിയ വലിയ കെട്ടിടങ്ങളിൽ, വലിയ വലിയ ഫ്ലാറ്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ഈ വലിയ വലിയ ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് വരെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് അല്ലേ. എന്തെല്ലാം തരത്തിലുണ്ട്? പലതരത്തിലുള്ള ഡാമുകളുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്. അതേപോലെ തന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് തണുപ്പുള്ള പ്രദേശത്തേക്ക് ആളുകൾ എന്ത് ചെയ്തിരുന്നു? സഞ്ചരിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അല്ലേ. ഇപ്പോൾ തണുപ്പുള്ള പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നത്? എയർ കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ധാരാളം എയർ പൊല്യൂഷൻ ഉണ്ട് അല്ലേ. നമുക്ക് വാർത്തയിൽ കാണാൻ കഴിയും. എയർ പൊല്യൂഷൻ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. അപ്പോൾ അവിടെ എയർ പൊല്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? എയർ പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഇടപെടൽ കൂടുതലായി വരുന്നുണ്ട് അല്ലേ. മനുഷ്യൻ്റെ ഇടപെടൽ കാരണം 40% ഉൽപ്പന്നങ്ങളും വസ്തുക്കളും ഘടകങ്ങളൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കെടുക്കാം ഫാക്ടറി നഗരങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഫാക്ടറി. ഈ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ, കാർബൺ എമിഷൻ, നൈട്രജൻ, ഇങ്ങനെ പലതരത്തിലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. പലതരത്തിലുള്ള മാലിന്യങ്ങൾ നദിയിലേക്ക് വിടുന്നു. ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ്? പിന്നീട് പ്ലാസ്റ്റിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ നശിക്കാതെ എന്ത് ചെയ്യും? ഭൂമിയിൽ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വെട്ടി നശിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ. പഴയ കാലത്തൊക്കെ ധാരാളം വനങ്ങളുണ്ടായിരുന്നു. ഈ വനങ്ങളൊക്കെ മനുഷ്യൻ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടും നഗരങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു? വെട്ടി നശിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ നമുക്ക് അമിതമായി മത്സ്യബന്ധനം നടത്തുക, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മലകൾ ഇടിച്ച് നിരപ്പാക്കുക, ഇതൊക്കെ മനുഷ്യൻ്റെ പലതരത്തിലുള്ള ജീവജാലങ്ങളെ അമിതമായി ഉപയോഗിക്കുക, വേട്ടയാടുക, ഇതൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം ഉണ്ടായതാണ് അല്ലേ. പിന്നെ അതുപോലെ അർബണൈസേഷൻ, നഗരവൽക്കരണം, നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തു. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ജനസംഖ്യ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടും, മലിനീകരണങ്ങൾ കൂടും, മരങ്ങൾ വെട്ടി നശിപ്പിക്കും, സ്ഥല ദൗർലഭ്യം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മനുഷ്യന് എല്ലാ മേഖലയിലും അവൻ്റെ കൈകടത്തലുകൾ നമ്മളുടെ കൈകടത്തൽ എല്ലാ മേഖലയിലും ഉണ്ട് അല്ലേ. അപ്പം മനുഷ്യൻ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൈകടത്തുന്നുണ്ട്. ഓക്കെ, ഇത് നിയന്ത്രിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു എക്കോസിസ്റ്റത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മനുഷ്യന് വേണ്ടി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യനല്ല കേന്ദ്ര വസ്തു എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. മനുഷ്യനെ പോലെ തന്നെയാണ് മൃഗങ്ങൾ, സസ്യജാലങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, എല്ലാത്തിനും അവരുടേതായ സ്ഥാനമുണ്ട്. ഈ സ്ഥാനങ്ങൾ അവർക്കും എന്ത് ചെയ്യണം?
നൽകണം. മനുഷ്യൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള താല്പര്യങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല എന്ന് എന്ത് പറയുന്നുണ്ട്, പ്രകൃതി സ്നേഹികൾ, പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ ധാരാളം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എനർജി ഫ്ലോനെ കുറിച്ചാണ് അല്ലേ. എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ് ഒരു പ്രധാനപ്പെട്ട എനർജി സോഴ്സ്. ഈ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന എനർജി സസ്യത്തിലേക്കും പിന്നെ ചെടികൾ തിന്ന് ജീവിക്കുന്ന ഇപ്പം എന്താണ്, ഇപ്പോൾ നമ്മളെന്താ ഉദാഹരണം പറയുന്നത്, റാബിറ്റ് പോലുള്ള ജീവിയിലേക്കും പുൽച്ചാടിയിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് തവള കഴിക്കുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ സാധനം ഒരു വസ്തുവിൽ നിന്ന്, ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോകുമ്പോൾ എനർജി ലോസ് ഉണ്ടാവുകയും ഘട്ടം ഘട്ടമായിട്ട് എന്താണ് എനർജി ഇല്ലാതാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ന്യൂട്രിയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ന്യൂട്രിയൻസ് ഒരു സൈക്കിളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതൊരിക്കലും ലോസ് ആവില്ല. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് വെള്ളത്തിൽ, നദികളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മനുഷ്യന് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മളെ കിച്ചണിൽ നിന്ന് മരങ്ങൾ എന്താണ് വിറക് കത്തിക്കുന്ന സമയത്തുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരുന്നുണ്ട്. മഴയായും മറ്റ് പല കാരണങ്ങളാലായും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ടോപ്പിക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എനർജി ഫ്ലോനെ കുറിച്ചാണ്. എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു എനർജി ഇങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക്, ഒരു ചെടിയിൽ നിന്ന് എന്താണ് പുൽച്ചാടിയിലേക്ക്, തവളയിലേക്ക്, പാമ്പിലേക്ക്, അങ്ങനെ പോകുന്നതിനനുസരിച്ച് എനർജി ലോസ് ആവും. എന്നാൽ ന്യൂട്രിയൻ അങ്ങനെയല്ല, അത് പ്രപഞ്ചത്തിൽ തന്നെ, നമ്മളെ എക്കോസിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യും, നിലനിൽക്കും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓരോ ജീവജാലങ്ങളും, സസ്യങ്ങളും ജീവജാലങ്ങളും പർവ്വതങ്ങളും ജലവും പലതരത്തിലുള്ള കീടാണുക്കളും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ എക്കോസിസ്റ്റം നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഓരോന്നും എല്ലാം എന്താണ് ലിമിറ്റഡ് ആണ്. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇപ്പോൾ എന്താണ് ഓരോ വസ്തു എന്ത് ചെയ്യും, ഘട്ടം ഘട്ടമായിട്ട് മാറ്റം സംഭവിക്കുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെടിയാണെങ്കിൽ ചെടി ഉണ്ടാവുന്നു, അത് വളരുന്നു, വലുതാവുന്നു, അത് നശിച്ചു പോകുന്നു. നശിച്ചു പോയി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, പല ജീവജാലങ്ങളും കഴിച്ചിട്ട് എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, പുതിയ ഒരു ജീവജാലം നിലവിൽ വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ ഈ എക്കോസിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മളൊരു ചിത്രമൊക്കെ പറഞ്ഞത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതൊക്കെയാണ് ഈ സെക്കൻഡ് മോഡ്യൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? മനസ്സിലാക്കാനുള്ളത് മനുഷ്യൻ മാത്രമല്ല എക്കോസിസ്റ്റത്തിലുള്ളത്. ചെടികളുണ്ട്, മൃഗങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ത് നമ്മളെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ എക്കോസിസ്റ്റത്തിന് നിലനിൽക്കണമെങ്കിൽ ഒരു ജീവി മാത്രം എന്താണ്, ഒരു ജീവിയുടെ നീഡ്സ് മാത്രം സാറ്റിസ്ഫൈഡ് ചെയ്തു എങ്കിൽ മാത്രം ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ എക്കോസിസ്റ്റം നിലനിൽക്കില്ല. പർവ്വതങ്ങളും ചെടികളും ഓരോന്നിനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രപഞ്ചത്തിന് എക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കൂടുതൽ നീട്ടി പറയുന്നില്ല, നമ്മളെ ടോപ്പിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കല്ല, നമ്മൾ 10ൽ പഠിച്ചിട്ടുള്ള, 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇടയ്ക്ക് റേഞ്ച് ഇടയ്ക്ക് കട്ടായി ഉണ്ടായിരുന്നു. അത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, റെഡിയാക്കാം. ഇവിടെ റേഞ്ച് കുറവുള്ള സ്ഥലത്താണെന്ന് ഞാൻ എന്ത് ചെയ്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സാറേ,
നമ്മുടെ മൊഡ്യൂൾ